ബഡ്സ് സ്കൂൾ ജില്ലാതല പ്രവേശനോത്സവം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും. മന്ത്രി ആർ ബിന്ദു. ഇന്ത്യയിലെ ഏറ്റവും മികവാർന്ന ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക, എല്ലാ കെട്ടിടങ്ങളും പൊതു ഇടങ്ങളും കലാലയങ്ങളും തിയേറ്ററുകളും ഭിന്നശേഷിക്കാർക്ക് കൂടി പ്രാപ്യമാകണം എന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കുടുംബശ്രീ ജില്ലാ മിഷൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി നടത്തിയ ബഡ്സ് സ്കൂൾ ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായിട്ട് അവരുടെ സാമൂഹ്യ പരിശീലനം സാധ്യമാക്കുന്നതിനു വേണ്ടി കേരളത്തിൽ മാതൃകാപരമായി തന്നെ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളാണ് ബഡ് സ്കൂളുകൾ. ബഡ് സ്കൂളുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അതിന് നേതൃത്വം നൽകുന്നത്. പക്ഷേ പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ ഭിന്നശേഷി വിഭാഗക്കാരുടെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഉത്തരവാദിത്തമുള്ള വകുപ്പ് എന്ന നിലയിലാണ് സാമൂഹ്യനീതി വകുപ്പ് അതുമായി കൈകോർത്ത് പിടിക്കുന്നത്. നമ്മുടെ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സാമൂഹ്യ പുനരധിവാസം, അതായത് പ്രകൃതിയെയും സമൂഹത്തെയും മറ്റുള്ളവരെയും ഒക്കെ മനസ്സിലാക്കാനും തങ്ങളുടേതായ കഴിവുകൾ വികസിപ്പിക്കാനുമൊക്കെ അവർക്ക് പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ബഡ് സ്കൂളുകളുടെ ലക്ഷ്യം. 18 വയസ്സിൽ താഴെയുള്ളവരാണ് ബഡ് സ്കൂളിലുള്ളത്. 18 വയസ്സിൽ മുകളിലുള്ളവർക്ക് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ നമുക്ക് കൂടുതലായി ആരംഭിക്കണം. എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. അത് വികസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ആടാനും പാടാനും ചിത്രം വരയ്ക്കാനും ഒക്കെയുള്ള വേദികൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ അതിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളത് സുപ്രധാനമായ ഒരു കാര്യമാണ്. ബഡ്സ് സ്കൂളിലെ പ്രത്യേകമായ പരിശീലന രീതിയിലൂടെ അവരെ സമൂഹത്തിൽ പ്രയാസങ്ങളില്ലാതെ ഇടപെടാൻ കഴിവുള്ളവരായി മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സ്നേഹവും വാത്സല്യവും നിറഞ്ഞ വളരെ പോസിറ്റീവായ ഒരു അന്തരീക്ഷമാണ് ബഡ്സ് സ്കൂളുകൾ ഒരുക്കേണ്ടത്. അതിന് സർക്കാരും സമൂഹവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം ബഡ്സ് സ്കൂളുകൾക്കൊപ്പമുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ ഒന്നാമത് പരിഗണന കൊടുക്കേണ്ടവരാണ് ഭിന്നശേഷി മക്കൾ. പ്രതിബന്ധങ്ങൾ ഒന്നുമില്ലാതെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മ മേഖലകളിലും പ്രവർത്തിക്കുവാൻ നമ്മുടെ ഭിന്നശേഷി മക്കൾക്കും അവസരമുണ്ടാകണം. അതിന് നമ്മുടെ മനോഭാവത്തിലും മാറ്റം ഉണ്ടാകണം എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വെങ്ങിണിശ്ശേരി സാന്ത്വനം ബഡ്സ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ ചിത്രരചനയിൽ 3ാം സ്ഥാനം കിട്ടിയ അശ്വിൻ ശ്രീകുമാറിനെ ചടങ്ങിൽ അനുമോദിച്ചു. ബഡ്സ് സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ബഡ്സ് സ്കൂൾ കുട്ടികളുടെ വളർച്ച ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പരിശീലനത്തിന് പിന്തുണ നൽകുന്ന ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ TK ഗീത, CK സുനിൽകുമാർ, NT സജീവൻ, പാറളം പഞ്ചായത്ത് മെമ്പർ സിബി സുരേഷ്, ഫാദർ ജോൺ പാലിയേക്കര, കുടുംബശ്രീ SAPM ആര്യ, PTA പ്രസിഡന്റ് ചന്ദ്രൻ K തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനീഷ് CM നന്ദി പറഞ്ഞു. തുടർന്ന് ബഡ്സ് സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികളും വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേളയും പകൽ വീടമ്മമാരുടെ കലാപരിപാടികളും അരങ്ങേറി.